ഒന്നാമത്തെ ചോദ്യം, സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷനൊക്കെ ഒന്ന് നന്നായി വായിച്ചിട്ട് കണ്ടെത്തുക. സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം അറിയാന്നുള്ളവർ മാത്രം കമന്റ് ചെയ്തേ, കറക്കി കുത്തരുത്. പിള്ളേരെ, ഓപ്ഷൻ എ രംഗ്പോയാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ രംഗ്പോയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രംഗ്പോയിലാണ് ആൻസർ. രംഗ്പോയാണ് ആൻസർ. രംഗ്പോ. ഓക്കെ. അടുത്ത്, ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ടി.എൻ. ശേഷൻ ആണ്. ടി.എൻ. ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ടി.എൻ. ശേഷൻ ആണെന്നൊക്കെ അറിയാമല്ലോ. ആരാ ടി.എൻ. ശേഷൻ? ആരാ? ടി.എൻ. ശേഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനായ ആദ്യ മലയാളിയാണ് അല്ലേ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ മലയാളിയാണ് ടി.എൻ. ശേഷൻ. ഓക്കെ. മലയാളിയാണ്, പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിന് രമൺ മഗ്സസെ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ? രമൺ മഗ്സസെ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, 2023 സാഹിത്യ നൊബേലിന് അർഹനായത് ആരാണ്? ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സാഹിത്യ നൊബേൽ 2023 സാഹിത്യ നൊബേൽ. ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ജോൺ ഫോസയാണ് കേട്ടോ. ജോൺ ഫോസയാണ് ആൻസർ. ഓപ്ഷൻ സി ജോൺ ഫോസയാണ് കേട്ടോ ആൻസർ. ഓക്കെ. സാഹിത്യ നൊബേൽ കിട്ടിയത് ജോൺ ഫോസയ്ക്കാണ് 2023. നാലാമത്തെ ചോദ്യം, സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനത്തിന്റെ പേര്. സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനത്തിന്റെ പേരാണ് ചോദ്യം. ഉത്തരവ് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ അപരാജിത ഓൺലൈൻ. ഓപ്ഷൻ എ അപരാജിത ഓൺലൈൻ ആണ് ആൻസർ. അപരാജിത ഓൺലൈൻ. ഓക്കെ. അപ്പൊ ആ ചോദ്യം നല്ലപോലെ പഠിച്ചോണം. സ്ത്രീകളും പെൺകുട്ടികളുള്ള ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ് ഏത്? അപരാജിത ഓൺലൈൻ ആണ് ആൻസർ. ഓക്കെ. അടുത്ത അഞ്ചാം ചോദ്യം, 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട താരം ആരാണ്? ടൂർണമെന്റിലെ മികച്ച താരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഉത്തരം കമന്റ് ചെയ്തോളൂ. 2023 ICC ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അതിൽ ആരായിരുന്നു ടൂർണമെന്റിലെ മികച്ച താരം എന്ന ചോദ്യം. സ്പോർട്സ് വന്നപ്പോ ഗേൾസ് ഒക്കെ വീണിട്ടുണ്ട്. ബോയ്സ് ആരെങ്കിലും ഉണ്ടാടെ? ഓപ്ഷൻ ബി വിരാട് കോഹ്ലിയാണ്. ഓക്കെ. നാളെ CP എക്സാം ഉള്ള എത്ര പേരുണ്ട്? CP എക്സാം ഉള്ളവര് നാളെ? അർജുന നാളെയാണല്ലേ? ഓക്കെ. നന്നായിട്ട് എഴുതുക. ഓക്കെ. ഒരാളേ ഉള്ളൂ. ശരി പിള്ളേർ. അപ്പൊ വിരാട് കോഹ്ലിയാണ് ആൻസർ. നാളെ അല്ല, മറ്റന്നാൾ. സോറി മറ്റന്നാളാണ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 2024 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം. ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഉത്തരം കമന്റ് ചെയ്തേ. ധർമ്മ ഗാർഡിയൻ. പിള്ളേർ ഓപ്ഷൻ ബി രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ധർമ്മ ഗാർഡിയൻ. ഓർത്ത് വെച്ചോണം. ധർമ്മ ഗാർഡിയൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കേട്ടോ? ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് ധർമ്മ ഗാർഡിയൻ. ഇന്ത്യ ജപ്പാനും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ വേദിയായ സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. ഓക്കെ. ലോക്പാലിന്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണെന്നാണ് ചോദ്യം. ലോക്പാലിന്റെ ചെയർപേഴ്സണായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ചോദ്യം. ഇത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്തതാണ്. ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി അജയ് മാണിക്യ റാവു ഖാൻ വിൽക്കർ ആണ് ആൻസർ കേട്ടോ. അജയ് മാണിക്യ റാവു ഖാൻ വിൽക്കർ. ലോക്പാലിന്റെ ചെയർപേഴ്സൺ, നിലവിലെ ലോക്പാൽ ചെയർപേഴ്സൺ ആണ് അജയ് മാണിക്യ റാവു ഖാൻ വിൽക്കർ. ഓക്കെ. പഠിക്കുക. നല്ല ചോദ്യമാണ്.
അടുത്ത് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. കേരള ജ്യോതി പുരസ്കാരം കുറെ തവണ പഠിച്ചു. കമന്റ് ചെയ്ത കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് 2023 കേരള ജ്യോതി? ഓപ്ഷൻ ഡി ടി പത്മനാഭനാണ്. ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ടി പത്മനാഭനാണ്. ഓക്കെ, ശരി. അടുത്ത് 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്തേ. 38ാമത് ദേശീയ ഗെയിംസ്. ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് ആൻസർ കേട്ടോ. ഉത്തരാഖണ്ഡ്. ഓക്കെ, ഒരു സെക്കൻഡ്. അടുത്ത 2024 അസർബൈജാനിൽ നടക്കുന്നത് എത്രാമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എത്രാമത്തെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനമാണ്? 2024 അസർബൈജാനിൽ നടക്കുന്നത് എത്രാമത്തെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം ചോദ്യം. ഓക്കെ, നമ്മൾ COP കോപ്പ് പഠിച്ചതാണത്. ഇത് പഠിച്ചതാണ്. ഉത്തരം കമന്റ് ചെയ്തേ. എത്രാമത്തെയാ? അപ്പോൾ ഓപ്ഷൻ സി 29ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു അല്ലേ അത്? കോപ്പ് COP. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി 29ാമത്തെയാണ്. 29ാമത്തത്. 28ാമത്തെ എവിടെയായിരുന്നു? 28ാമത്തെ എവിടെ വെച്ച് നടന്നേ? കോപ്പ് 29 ആണ് അസർബൈജാൻ. അസർബൈജാനിലെ ബാക്കു ആണ്. 28ാമത് ദുബായ്. 28ാമത്തെ ദുബായ് ആണ്. 28 ദുബായ്, 29 അസർബൈജാൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നമ്മൾ പറഞ്ഞു മിനിഞ്ഞാന്നല്ലേ നമ്മൾ ഈ ധനകാര്യ കമ്മീഷൻ പഠിച്ചത്. കമന്റ് ചെയ്ത ഉത്തരം. ഓപ്ഷൻ എ SM വിജയാനന്ദാണ്. SM വിജയാനന്ദാണ് ആൻസർ. SM വിജയാനന്ദ്. 12ാം ചോദ്യം. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? കമന്റ് ചെയ്ത് അറിയാമെങ്കിൽ പനിയാണെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ സി മിനിക്കോയ് ദ്വീപാണ്. ഓപ്ഷൻ സി മിനിക്കോയ് ആണ്. മിനിക്കോയ് ആണ് ആൻസർ. മിനിക്കോയ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് 2023 കേന്ദ്ര സർക്കാർ മീരാബായിയുടെ ജന്മദിനത്തിൽ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 2023 കേന്ദ്ര സർക്കാർ മീരാബായിയുടെ ജന്മദിനത്തിൽ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയതെന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി 525. ഓപ്ഷൻ ബി 525 ആണ്. 525 രൂപയുടെ 525 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര്. ഓക്കെ, ചോദ്യം എന്താണ്? ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയെങ്കിൽ കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? വളരെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യതയാണ് കേട്ടോ. അപ്പൊ വില്ലേജ് ഓഫീസുകളിൽ നമ്മുടെ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യത. ഓക്കെ, അടുത്ത് 2024 നടന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയ പേരെന്തെന്നാണ് ചോദ്യം. ട്രാൻസ്ജെൻഡർ കലോത്സവം നൽകിയ പേര്. ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ വർണ്ണപ്പകിട്ടാണ്. ഓപ്ഷൻ എ വർണ്ണപ്പകിട്ടാണ്. ഓക്കെ, എവിടെയായിരുന്നു വേദി? വർണ്ണപ്പകിട്ട് 2024 വേദി തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ. ഓക്കെ, വർണ്ണപ്പകിട്ട് 2024 പേര് വേദി തൃശ്ശൂരാണ് കേട്ടോ. വേദി തൃശ്ശൂരാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ചോദ്യം.
കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് ആൻസർ. ഹൈദരാബാദ് ആണ് ആൻസർ. ഹൈദരാബാദ്. ഓക്കെ. അടുത്ത് 2024 എത്ര കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചത്? 2024 എത്ര കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചതെന്ന ചോദ്യം. കമന്റ് ചെയ്യാം. എത്ര ആൻസർ അറിയാമെങ്കിൽ മാത്രം കമന്റ് ചെയ്യാം. നല്ലൊരു ചോദ്യമാണത്. ഓപ്ഷൻ ബി 19 കുട്ടികൾക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി 19 കുട്ടികൾക്കാണ്. നല്ലതാണ്. അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക ഇമ്പോർട്ടന്റ്. ഞാൻ തന്നെ നോക്കി, നെഗറ്റീവ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിതിന് 50 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ധാരാളം നെഗറ്റീവ് ഉള്ള ആൾക്കാരുണ്ട്. നെഗറ്റീവ് കുറയ്ക്കണ്ട, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അറിയാവുന്നത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴെന്നാണ് ചോദ്യം. പുതിയ പാർലമെന്റ് സമ്മേളനത്തിലെ ആദ്യ സമ്മേളനം, പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേരെ ആൻസർ ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 19 ആണ്. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത് 19ാമത്തെ ചോദ്യം, 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം. ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം. ഉത്തരം അറിയാന്നുള്ള ആൾക്കാർ കമന്റ് ചെയ്തേ. ഉത്തരം അറിയാന്നുള്ള ആൾക്കാർ മാത്രം കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി തമിഴ്നാടാണോ ഏറ്റവും കൂടുതൽ തമിഴ്നാടിനാണോ? പിള്ളേരെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. അത് പഠിച്ചിരിക്കാൻ നല്ലൊരു ചോദ്യമാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളമാണ് ആൻസർ. കേരളം. ഓക്കെ. അടുത്ത, കേരള സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഉത്തരം കമന്റ് ചെയ്തോ. ഏതാ പിള്ളേരെ? ഓപ്ഷൻ സി ചില്ലു എന്ന അണ്ണാനാണ്. ഞങ്ങളും കൃഷിയിലേക്ക് ആരാണ്? ചില്ലു എന്ന അണ്ണാനാണ് ആൻസർ. ചില്ലു എന്ന അണ്ണാനാണ് കേട്ടോ. ഓക്കെ. അടുത്ത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. മാവേലിക്കര സന്ധി, തൃപ്പടിദാനം, പണ്ടാരപ്പാട്ട വിളംബരം, ശ്രീമൂലം പ്രജാസഭ, ഇതൊക്കെയുണ്ട്. ചേരുംപടി ചേർക്കുക. ശരി, ചേരുംപടി ചേർത്തേക്ക് കമന്റ് ചെയ്തേ. ചേരുംപടി നിങ്ങൾ ചേർത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തത് മാവേലിക്കര സന്ധിയാണ്. മാവേലിക്കര സന്ധി ഏത് വർഷമാണ്? 1753 മാവേലിക്കര സന്ധി അല്ലേ? മാവേലിക്കര സന്ധി 1753. അപ്പോഴ് നമുക്ക് ഒന്ന് ഏത് വരും? ഒന്ന് ഡി വരും കേട്ടോ. ഒന്ന് ഡി വരും. ഓക്കെ. അടുത്ത് രണ്ടാമത്തെ തൃപ്പടിദാനമാണ്. തൃപ്പടിദാനം ഏത് വർഷം? 1750 അപ്പൊ 2 സി വരും കേട്ടോ. 2 സി വരും. അടുത്ത് മൂന്നാമത് പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷം? 1865. ഓക്കെ. അപ്പൊ 3 ബി വരും. ഓക്കെ. അടുത്ത 4 ശ്രീമൂലം പ്രജാസഭ ഏത് വർഷം? 1888. അപ്പൊ 4 എ വരും. ഓക്കെ. അപ്പോഴ് 1 ഡി, 2 സി, 3 ബി, 4 എ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ. എ കിട്ടിയത്? എന്നെ കിട്ടിയത് എല്ലാവർക്കും. ഓക്കെ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ ബസ് വരാറായി. ഓക്കെ. റെക്കോർഡ് തരാം കേട്ടോ. റെക്കോർഡ് തരാം. ഇന്നലെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ പിള്ളേർ പറഞ്ഞുമില്ല. ഞാൻ പകുതി എങ്ങാണ്ടായപ്പോഴാണ് പറയുന്നത് സാറെ റെക്കോർഡ് ചെയ്യണില്ലെന്ന്. ഓക്കെ. ഇന്നത്തെ അതുകൊണ്ട് ഞാൻ നേരത്തെ ലിങ്ക് കൂട്ടില്ല. റെക്കോർഡിങ് ഞാൻ നേരത്തെ ഓണാക്കി വെച്ചു.
അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഐറ്റത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം ഐറ്റത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം. കമന്റ്. ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. കേട്ടോ. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 ഡിസംബർ മുതൽ 48 മാർച്ച് വരെയാണ് കേട്ടോ. 1947 ഡിസംബർ മുതൽ 48 മാർച്ച് വരെയാണ് നടന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന സംഘടിത പ്രക്ഷോഭമെന്നോ സംഘടിത സമരമെന്നോ ഐറ്റത്തിനെതിരെ നടന്നതെന്നൊക്കെ ചോദിച്ചാല് ഈ പറയുന്ന ഏതാണ് കുട്ടികളെ? നമ്മുടെ പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധമാണ് ഉദ്ദേശിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? ഇതാണ് ചോദ്യം. വേഴ്സായി ഉടമ്പടി, സർവരാഷ്ട്ര സഖ്യത്തിന്റെ വിജയം, കമ്പോളങ്ങൾക്കും കോളനികൾക്കും വേണ്ടിയുള്ള കിട മത്സരങ്ങൾ, 1929 സാമ്പത്തിക മാന്ദ്യം. ഇതിൽ ഏതൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് ചോദ്യം. ആലോചിച്ച് ഉത്തരം ചെയ്താൽ മതി. നല്ലൊരു ചോദ്യമാണ്, ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഉത്തരം കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തോ. കിട്ടിയവർ കമന്റ് ചെയ്തോ. രണ്ടാം ലോക മഹായുദ്ധം നടക്കാനുള്ള കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കിട്ടിയവർ കമന്റ് ചെയ്തേ. പിള്ളേരെ, ഓപ്ഷൻ ഡി 1, 3, 4 ആണ്. 1, 3, 4. ഓക്കെ. അതായത് വേഴ്സായി ഉടമ്പടി കറക്റ്റ് ആണ്. സർവരാഷ്ട്ര സഖ്യത്തിന്റെ വിജയമാണോ അവിടെ? സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയമല്ലേ? സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയമാണ്. അപ്പൊ അതില്ല. സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയമാണ്. അപ്പൊ അതില്ല. കമ്പോളനങ്ങൾക്കും കോളനികൾക്കും വേണ്ടിയുള്ള കിടമത്സരം, അത് ശരിയാണ്. അടുത്ത 1929 സാമ്പത്തിക മാന്ദ്യം. അപ്പൊ ഇതൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ പെടുന്നത്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, പട്ടിണി കിടക്കുന്നവനോട് മതത്തെ പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പട്ടിണി കിടക്കുന്നവനോട് മതത്തെ പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഉത്തരം കിട്ടിയെങ്കിൽ കമന്റ് ചെയ്തേ. ആരാ പറഞ്ഞേ? ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദനാണ് അല്ലേ? സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് പട്ടിണി കിടക്കുന്നവനോട് മതത്തെ പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. ഓക്കെ. കറക്റ്റ് അല്ലേ? ഓക്കെ. കൊച്ചിനെ വിളിക്കാം. ലെഫ്റ്റ് അയക്കാം. ഓക്കെ. ഇത് റെക്കോർഡിന് പഠിച്ചോണേ. റെക്കോർഡിന് വർക്ക്ഔട്ട് ചെയ്തോണേ. ശരി. അടുത്ത ചോദ്യം, ബംഗാൾ ആക്രമിച്ച് കീഴടക്കുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ബംഗാൾ പ്രവിശ്യയുടെ സമ്പൽ സമൃദ്ധി, മണ്ണിന്റെ ഫലഭൂഷ്ഠത, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ലോക പ്രശസ്ത നെയ്ത്ത് കേന്ദ്രങ്ങളായ മുർഷിദാബാദ്, ധാക്ക എന്നിവ ബംഗാളിലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ബംഗാൾ ആക്രമിച്ച് കീഴടക്കുന്നതാണ് ചോദ്യം. ബ്രിട്ടീഷുകാരെ എന്തുകൊണ്ട് കീഴടക്കി ബംഗാളിനെ? ഇതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ചെയ്താൽ മതി. കുഴപ്പമില്ല. സമയം എടുത്ത് ചെയ്തോ. ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ. എന്തിനാ ബംഗാൾ ആക്രമിച്ച് കീഴടക്കിയ ബ്രിട്ടീഷുകാര്? ഏതൊക്കെ വരുന്ന? ഓപ്ഷൻ ഡി 4 വരുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചോണം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ബംഗാളിനെ ആക്രമിച്ച് കീഴടക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ, 1, ബംഗാൾ പ്രവിശ്യയുടെ സമ്പൽ സമൃദ്ധി, 2, മണ്ണിന്റെ ഫലഭൂഷ്ഠത, 3, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകള്, പിന്നെ ലോക പ്രശസ്ത നെയ്ത്ത് കേന്ദ്രങ്ങളായ മുർഷിദാബാദും ധാക്കയും ഒക്കെ എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഓക്കെ. ധാക്ക ബംഗാളിലായിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ ഈ ബംഗാളിനെ വിഭജിച്ചിട്ടുണ്ടായതാണ് ഏത്? ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഓക്കെ. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബംഗാളിനെ വെച്ചുണ്ടായത്. ഈ ബംഗ്ലാദേശൊക്കെ പണ്ട് നമ്മുടെ ഭാഗമായ സ്ഥലങ്ങളാണ്. ഇന്ത്യ വിഭജനം നടന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ നമ്മുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമായിട്ട് നിൽക്കേണ്ട ആളാണ് നമ്മളല്ലേ? ഓക്കെ. ശരി. ഓക്കെ. അടുത്ത ചോദ്യം,
രാജ്കാര ഇരുമ്പയിര് ഖനി ഏത് ഖനന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു? രാജ്കാര ഇരുമ്പയിര് ഖനി ഏത് ഖനന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അറിയാന്നുള്ളവർ കമന്റ് ചെയ്ത്. രാജ്കാര ഇരുമ്പയിര് ഖനി അതാർക്കും അധികം അറിയണമെന്ന് തോന്നുന്നു. എടാ ദുർഗാണ്. ദുർഗ് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ദുർഗാണ്. ദുർഗാണ് ആൻസർ. രാജ്കാര ഇരുമ്പയിര് ഖനി എവിടെയാണ്? ദുർഗിലാണ്. ദുർഗ്. ഓക്കെ, ദുർഗാണ് ആൻസർ കേട്ടോ. കൊള്ളാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എഴുതണ്ട. മനസ്സിലായോ? അറിയാന്നുള്ളത് എഴുതി നെഗറ്റീവ് ആകാതെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ആൻസർ ഷീറ്റുകൾ നിങ്ങൾ നോക്കണം കേട്ടാ. നോക്കുമ്പോൾ ഈ ടോൾ ലെഫ്റ്റ് ആയിക്കോട്ടെ, മക്കളെ വിളിക്കാം. ലെഫ്റ്റ് ആയിക്കോ. എല്ലാവരും മക്കളെ വിളിക്കാൻ പോണ സമയം ഇതാണ്. ഓക്കെ, സ്കൂൾ ടൈം. ഓക്കെ, ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുക കേട്ടോ. ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് ഈ മക്കൾ എന്നാ പറയും, അമ്മ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ജോലി കിട്ടി പോയിന്നൊക്കെ പറയും കേട്ടാ. ഞാൻ ഇത് പറയാം, നിങ്ങൾ ഇയാൾ ഇതെന്തെന്ന് പറയണം, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ അങ്ങനെയൊക്കെ പറയുമെന്ന്. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഓക്കെ, ഓക്കെ. അല്ല, എല്ലാരും പറയും, എല്ലാരും കുറ്റപ്പെടുത്തും. നീ കറക്റ്റ് പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്തത്. അപ്പൊ നിങ്ങളെ തിരക്ക് നിങ്ങൾക്ക് അറിയാവൂ. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മള് എന്തൊക്കെയാണെങ്കിലും നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മള് മെയിൻ കാര്യം വെച്ചാൽ പഠിച്ചാൽ ജോലി കിട്ടും. അത് തന്നെയാണ്. സമയം കണ്ടെത്തി പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടാ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വേണ സമയത്ത് ഞാൻ ക്ലാസ് റെക്കോർഡ് തരുന്നത്. റെഗുലർ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ തരത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ക്ലാസ് ഞാൻ റെക്കോർഡ് തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിള്ളേരെ. ഞാൻ അത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അമ്മ പഠിക്കുന്നില്ലെന്ന് ചോദിക്കുവോ? അമ്മയുടെ മക്കളത് പറയാത്തത് ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറയാത്തത്. വഴക്ക് പറയാൻ ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് പഠിക്കാനില്ല, അമ്മ പോയിരുന്നു പഠിക്കാൻ. അതാ. ഓക്കെ, മക്കളുടെ പറയണം, ഇപ്രാവശ്യം ഞാൻ എനിക്ക് കിട്ടും എന്നൊക്കെ പറയണം. നമ്മൾ 1-2 പേരുടെ ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു കുറച്ച് നമ്മൾ ഫയർ കഴിക്കാം. ഞാൻ അവിടുത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവിടുത്തെ പറഞ്ഞിരിക്കുകയാണെന്നുള്ള തോന്നലൊക്കെ വരും. അയ്യോ, പിള്ളേര് പറയുന്ന അമ്മ പഠിച്ചു മരിക്കുന്ന. ഓക്കെ, സാർ ഇല്ലെന്നാ. ശരി, നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരി, നോക്കാം. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂഭാഗമാണ്. വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭാഗമായി വരുന്ന പ്രധാന പർവ്വത നിരകളാണ് ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ. ഓക്കെ, ഇത് ഞാൻ 2 ദിവസം മുമ്പ് നിന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ച് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അംബാനിയെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, 1 A ആണ് ആൻസർ. ഓക്കെ, ബാക്കി എല്ലാം ക്ലിയർ ആയിരുന്നു. അതിൽ ചെറിയൊരു കുഴപ്പം കിടപ്പുണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട്. 3ാം സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ്? 3ാം സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ് പിള്ളേരെ? ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകളാണ് വരേണ്ടത്. ഓക്കെ, അത് ഓർത്തോണം കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്നത് ഇലപൊഴിയും കാടുകളാണ്. അതാണ് അവിടെ നിങ്ങൾക്ക് എക്സാം ഹാളിലും ഇതേ രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോണം പിള്ളേരെ. ക്വസ്റ്റ്യനിൽ ഓരോ ഓപ്ഷനും നിങ്ങൾ വായിക്കാൻ ഒരു മനസ്സ് കാണിക്കണം. നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ LDC എക്സാമിന് പോണ സമയത്ത് വെപ്രാളം കാണിക്കരുത്. ഡിഗ്രി പ്രിലിംസ് 1.25 മണിക്കൂർ 20 മാത്സ്. മനസ്സിലായോ? ഡിഗ്രി പ്രിലിംസ് 1.25 മണിക്കൂർ 20 മാത്സ്. LDC മെയിന് 1.5 മണിക്കൂർ 10 മാത്സ് സമയം കിട്ടും. മനസ്സിലായ? ഓക്കെ, ഇത് പഠിച്ചതാണ്. 2 ദിവസം മുമ്പ് പഠിച്ചതാണ്. നിങ്ങളിപ്പോ തെറ്റിച്ചത് കേട്ടോ. നിങ്ങൾ അശ്രദ്ധ കൊണ്ട് തെറ്റിയതാണ്. അപ്പൊ ഈ ഒരു കാര്യം മൈൻഡിൽ വേണം. 1.5 മണിക്കൂർ 10 മാത്സ് സമയം ധാരാളം കിട്ടും എന്നുള്ളൊരു കാര്യം മൈൻഡിൽ വേണം. അതുകൊണ്ട് ഓപ്ഷൻ നന്നായി വായിച്ച് എഴുതാവും. ഓക്കെ,
അടുത്ത 28 ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത്. കമന്റ് ചെയ്തേ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം ഏതാ? ആർക്കും അറിയത്തില്ല. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം ഭൂവൽക്കമാണ് ഇവിടെ. ഓപ്ഷൻ എ ഭൂവൽക്കമാണ് കേട്ടോ, ഭൂവൽക്കമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഭൂവൽക്കമാണ്. ഭൂവൽക്കം. ഓക്കെ, ഭൂവൽക്കമാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വൈരുദ്ധ്യങ്ങളുടെ വൻകര വടക്കേ അമേരിക്ക, ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ, വെളുത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക, ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്ക. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായത് കമന്റ്. ശരിയായത് കിട്ടിയ കമന്റ്. ഓപ്ഷൻ ഡി 2, 3, 4 ആണ്. ഒന്നാമത്തതിൽ തെറ്റുണ്ട്. വൈരുദ്ധ്യങ്ങളുടെ വൻകര വടക്കേ അമേരിക്ക അല്ലാതെ ഏതാ പിള്ളേരെ? അത് നമ്മുടെ ഏഷ്യയാണ് കേട്ടോ. വൈരുദ്ധ്യങ്ങളുടെ വൻകര എന്നോ വൈവിധ്യങ്ങളുടെ വൻകര എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഏഷ്യയാണ് കേട്ടോ. വൈരുദ്ധ്യങ്ങളുടെ വൻകര എന്നോ വൈവിധ്യങ്ങളുടെ വൻകര എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ അല്ല, സോറി, അത് ഏഷ്യയാണ് ആൻസർ. ഏഷ്യൻ ആൻസർ. അപ്പൊ അതിൽ തെറ്റുണ്ട്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കൗവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൗവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ചോദ്യം. ഓപ്ഷൻ, സോറി, ഉത്തരം കിട്ടിയത് പറഞ്ഞേ, കമന്റ് ചെയ്ത്. കൗവായ് ദ്വീപ് പിള്ളേരെ കണ്ണൂരിലാണ് കേട്ടോ. കൗവായ് ദ്വീപ് കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂരില്. ഓക്കെ, കൗവായ് ദ്വീപ് കണ്ണൂരിലാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 31ാം ചോദ്യം, പുത്തൻ സാമ്പത്തിക നയങ്ങളിലെ ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? പുത്തൻ സാമ്പത്തിക നയങ്ങളിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ രാജ്യാന്തര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഉത്തരം കമന്റ് ചെയ്തേ. ഞാൻ പഠിപ്പിച്ചിട്ട് 2 ദിവസമായിട്ടില്ല പിള്ളേരെ. ഓപ്ഷൻ ബി 3, 4 ആണ് ആൻസർ. ഓപ്ഷൻ ബി 3, 4 ആണ് ആൻസർ. ഓക്കെ, ഈ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യം വരും. കേട്ടോ. ഓക്കെ, അതായത് ആദ്യം പറയുന്നത് രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക. ഇത് രണ്ടും ഏതാണ് കുട്ടികളെ? ഏതാണ്? അത് സുസ്ഥിര നടപടിക്രമങ്ങളാണ് അല്ലേ? സുസ്ഥിരമായ നടപടിക്രമങ്ങളാണ് അത് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന 2 എണ്ണമാണ് ഏതിൽ വരുന്നത്? ഘടനാപരമായിട്ടുള്ളത് വരുന്നത്. ഇതിൽ ഏതാണ് ഹ്രസ്വകാലം വരുന്നത്? ഷോർട്ട് ടൈം വരുന്നത് ഏതാ? ഷോർട്ട് ടൈം വരുന്നത് സുസ്ഥിരമായിട്ടുള്ളതാണ് അല്ലേ? സുസ്ഥിരമായിട്ടുള്ളതാണ് ഷോർട്ട് ടൈം വരുന്നത്. ലോങ് ടൈം വരുന്നത് ഏതാണ്? ഘടനാപരമായിട്ടുള്ളതാണ് ലോങ് ടൈം വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരി. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് എത്രയാണെന്ന് പലിശ നിരക്കിന്റെ പേരാണ് ചോദ്യം. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് ചോദ്യം. ആ പലിശ നിരക്കിനെ പറയുന്ന പേരെന്താണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ആർക്കും അറിയത്തില്ല. റിസർവ് ബാങ്ക് അറിയാം. ഓപ്ഷൻ എ റീപ്പോ റേറ്റ്. റീപ്പോ റേറ്റ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഈ റീപ്പോ, റിവേഴ്സ് റീപ്പോ, പിന്നെ ബാങ്ക് റേറ്റ്, ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കും കേട്ടോ. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനം എല്ലാം നമുക്ക് അപ്പൊ പഠിക്കാം. നമുക്ക് എന്താണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇതൊന്നും പേടിക്കേണ്ട. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ഈസിയായിട്ട് പഠിച്ചെടുക്കും. നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവണ്ട, നമ്മൾ പഠിക്കുക. ഓ, ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയെന്ന് അറിയോ? അത് നമുക്ക് പരീക്ഷ ചോദിച്ചതാ. ഇപ്പോൾ റിപ്പോ നിരക്ക് എത്രയാ അറിയോ? ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ഈ റീസെന്റ് ആയിട്ട് ചോദിച്ചത് 6.5 ആണ്. 6.5 ആണ്. മുമ്പ് 6.25 ആയിരുന്നു. ഇപ്പൊ 6.5 ആക്കി മാറ്റിയിട്ടുണ്ട്. 6.5 ആണ് ഇപ്പോഴത്തെ റിപ്പോ നിരക്ക്. 6.5. എനിക്ക് ഡിഗ്രി ഫിലിംസിനാണെന്ന് തോന്നുന്നു ചോദിച്ചത് അല്ലേ? റീസെന്റ് ആയിട്ട് ചോദിച്ചു. 6.5 ആണ്. ഓക്കെ, LDCക്കും ഈ ഒരു സ്ഥാനത്തിന് ചോദ്യം വരും. അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് വരും. അത് നമ്മൾ പഠിക്കും. നിങ്ങൾ ടെൻഷൻ ആവണം. ആ സാധനം നമ്മൾ പഠിക്കും. അടുത്ത്, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത്.
2, പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്ക് നിർവഹിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവും കൂടുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒന്ന് വായിച്ചൊക്കെ നോക്കി ഇത്തിരി ആലോചിച്ച് കണ്ടുപിടിച്ചതാ, കുഴപ്പമില്ല. പിള്ളേരെ ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4 ആണ്. 1, 2, 4 ആണ്. അതായത് 1, 2, 4 ആണ്. അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് എന്ത് ചെയ്യുന്നത് പണത്തിന്റെ ഒരു സെക്കൻഡ്. ശരി. അപ്പോഴേ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത്. അത് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് ശരിയാണ്. അതുപോലെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്ക് നിർവഹിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വായ്പകളുടെ നിയന്ത്രണം അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാ? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ചെറുകിട വായ്പകൾ എന്ന് കണ്ടാൽ നബാർഡാണ്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്കും ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡുമാണ് കേട്ടോ. നബാർഡ്. അടുത്ത് പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പകളുടെ അളവും കൂടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ ശരിയാണ്. ഒന്നാമത്തെ ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇത് നമുക്ക് പഠിക്കണം. റിസർവ് ബാങ്കിന്റെ ചുമതലകൾ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം. ഉത്തരം അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം. അവിടെ ഓപ്ഷൻ സി 15 ആണ് അല്ലേ? ഓപ്ഷൻ സി 15 ആണ്. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 15 ആണ്. 15. ഓക്കെ. അടുത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കുവാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. എന്തിനത്ര സമയം? നമ്മൾ പഠിച്ചതല്ലേ? നമ്മൾ ഇത് കൃത്യമായിട്ട് ആ SCRT ചാപ്റ്ററിൽ നമ്മൾ എടുത്ത് പഠിച്ചതാണ്. ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? മറന്നോ? മറന്നാ രജില? പഠിച്ചു എന്നതിന്റെ രസാണ് വന്നതല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഞാൻ പഠിച്ചതേ ഉള്ളൂ. നമ്മള് ഉത്തരം കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ആണ്. 665 ആണ് അല്ലേ? 665 ആണ്. സംസ്ഥാനമാകുമ്പോ എത്രയാ? സംസ്ഥാനം നമ്മൾ പഠിച്ചില്ലേ? സംസ്ഥാനം എത്രയാ? സംസ്ഥാനം 565. സംസ്ഥാനം 565. ഞാൻ പറഞ്ഞില്ലേ കേന്ദ്രമാകുമ്പോ ഒന്ന് കൂടുന്നത് പറഞ്ഞ ഓർമ്മയില്ലേ? സംസ്ഥാനം 565, കേന്ദ്രം 665. കേന്ദ്രം 665 ആണ്. കേന്ദ്രം 665 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. തെറ്റായെന്ന് കണ്ടുപിടിക്കേണ്ടത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരാൾ അയോഗ്യനാക്കപ്പെട്ടാൽ ആ വ്യക്തിയെ കാലാവധി അവസാനിക്കുന്നവരെ മന്ത്രിയെ നിയമിക്കാൻ പാടില്ല എന്നാണ് 91-ാം ഭേദഗതിയിൽ മാറ്റം വരുത്തിയത്. അടുത്ത് 74-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ശങ്കർ ദയാൽ ശർമ്മയാണ്. അടുത്ത് 103-ാം ഭേദഗതി നിലവിൽ വന്നത് 2020 ജനുവരി 14-നാണ്.
ഇതിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ എന്നാണ് ചോദ്യം. കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. ആട ഓപ്ഷൻ എ നാലാമത്തതാണ് തെറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 300A കൂട്ടിച്ചേർത്തത്. അത് അറിയത്തില്ലേ എന്താ സംഭവം? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും നിയമാവകാശമായി 300A ഉൾപ്പെടുത്തുകയും ചെയ്തു. കറക്റ്റാണ്. നിയമാവകാശം 300A ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് കറക്റ്റാണ്. കൂറുമാറ്റ നിരോധന നിയമം ഇത് ഞാൻ യൂട്യൂബില് മറ്റേ ഭേദഗതികൾ പഠിപ്പിച്ച ക്ലാസ്സിൽ യൂട്യൂബിൽ ഇട്ട സാധനമാണ്. നിങ്ങൾ കണ്ട് പഠിക്കാൻ പറഞ്ഞതാണ്. 52ാം ഭേദഗതി, 91ാം ഭേദഗതി. 91ാം ഭേദഗതി ഞാൻ പഠിപ്പിച്ച സാധനം തന്നെയാണ്. എന്ത് ഈ പറയുന്ന ഒരാളെ ഈ അയോഗ്യനാക്കി കഴിഞ്ഞാൽ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ അയാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, MLA-യോ MP-യോ മന്ത്രിയാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഭേദഗതി 91ാം ഭേദഗതിയാണ്. ഓക്കെ, ഇത് പഠിച്ചിട്ടുണ്ട്. അടുത്ത 74ാം ഭേദഗതി നമ്മൾ ഇന്നാളെ റീസെന്റ് ആയിട്ട് പഠിച്ചതാണ്. 74ാം ഭേദഗതി ആ സമയത്ത് ശങ്കർദേവ ശർമ്മ തന്നെയാണ്. ഓക്കെ, 103ാം ഭേദഗതി എന്താ പിള്ളേരെ? 103ാം ഭേദഗതിയിൽ എന്താ പറയുന്നത്? എന്താണ് 103ാം ഭേദഗതി? സാമ്പത്തിക സംവരണം അല്ലേ? സാമ്പത്തിക സംവരണമാണ് EWS. അത് തന്നെയാണ് EWS-നെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടാ. സാമ്പത്തിക സംവരണമാണ് 103ാം ഭേദഗതി. 103ാം ഭേദഗതി നിലവിൽ വന്നത് 2020 ജനുവരി 14-നല്ല, 2019 ജനുവരി 14-നാണ്. 2019 ജനുവരി 14-നാണ് കേട്ടാ. 2019 ജനുവരി 14-നാണ് 103ാം ഭേദഗതി നിലവിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 100 മുതൽ 106 വരെയുള്ള ഭേദഗതി നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ ചെയ്യും. നിലവിൽ വന്ന ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ ചെയ്യും. ഓക്കെ, ശരി. ശരി, നമ്മളെ ഇപ്പം ജൂലൈ 27 കണക്കാക്കിയപ്പോൾ റിവിഷൻ പൊക്കോണ്ടിരിക്കുന്നു. ജൂലൈ 27 കണക്കാക്കിയിട്ട് ജൂലൈ 27 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് റൗണ്ട് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സെക്കൻഡ് റൗണ്ട് റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ ഓഗസ്റ്റിൽ എക്സാം ഉള്ള ആൾക്കാരും എന്ത് ചെയ്യുക? ഈ ജൂലൈ 27 റിവിഷൻ കണക്കാക്കി തന്നെ പോവുക. ഓക്കെ, കാരണം ഓഗസ്റ്റിലെ എക്സാം അറിയാലോ നമുക്ക്. പെട്ടെന്ന് കുറച്ച് സമയം ഗ്യാപ്പ് ഉള്ളൂ. സെപ്റ്റംബർ ഒക്ടോബർ എക്സാം ഉള്ള ആൾക്കാർക്ക് നല്ല പോലെ ടൈം കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൽ മനസ്സിലായില്ലേ? കാരണം അവർക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ 4-5 മാസം അവർ പഠിച്ചു പോവുകയാണ്. ഏകദേശം 4 മാസത്തോളം അവർ പഠിച്ചു പോവുകയാണ് ഈ ഒരു രീതിയിൽ. ഇങ്ങനെ നിങ്ങൾക്ക് എന്നാ തോന്നല്ലേ? ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്നാ തോന്നില്ലേ പിള്ളേരെ? ഓക്കെ, അത് ഉപയോഗപ്പെടുത്തുക. സയൻസും വേണം. സയൻസ് ഒക്കെ എടുക്കൂടാ. MR ബൈജു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. പൊതുവ്യവസ്ഥ, സദാചാരം, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ഉറപ്പാക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ചോദ്യം. പൊതുവ്യവസ്ഥ, സദാചാരം, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ഉറപ്പാക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ മാത്രം കമന്റ് ചെയ്തേ. ആ 29 29 സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശമല്ലേടാ? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 26 ഓപ്ഷൻ ആർട്ടിക്കിൾ 26 കേട്ടോ. നിങ്ങൾ 25 മുതൽ 28 വരെ ആർട്ടിക്കിൾ, അതായത് മത സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ആ ഓരോ ആർട്ടിക്കിളും നന്നായിട്ട് നോക്കിയിരിക്കണം. അത് ചോദിക്കുന്ന സാധനമാണ്. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ കയറി വരുന്നതാണ് അറിയുന്നത്. ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് ഒരു തവണ 1-2 തവണ പഠിച്ചിട്ടുള്ള സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വയ്ക്കും. ഇത് ഇത്തിരി കുഴപ്പമുള്ള സാധനമാണ് ഈ പറയുന്ന 25 മുതൽ 28 വരെയുള്ളത്. നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. ചോദ്യങ്ങൾ ഉന്നയിക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല.
അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ. ഓക്കെ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്. ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി, ഒന്ന് ആലോചിച്ചുകൊണ്ട് നോക്കിയേ. ഒരു സെക്കൻഡ്. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടിയ കമന്റ് ചെയ്തേ. ആണ് ഓപ്ഷൻ സി 1, 3, 4 ആൻസർ. ഓപ്ഷൻ സി 1, 3, 4 ആൻസർ വരുന്നത്. ഓക്കെ, അതായത് ചോദ്യങ്ങൾ ഉന്നയിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ വരുന്നൊരു കാര്യമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല വരുന്നത് അത് പാർലമെന്റിലല്ല. അവർക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. അവിടെ മനസ്സിലായി, അവിടെ വോട്ട് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് അവകാശം വരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പിന്റെ ചുമതല വന്ന ആർക്കാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ആണ് തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നത് ആരാണ് കുട്ടികളെ? അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ്. ഇവർക്ക് വോട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ, അങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ അത് കറക്റ്റ് ആണ്. പക്ഷെ തിരഞ്ഞെടുപ്പ് ചുമതല വരുന്നത് ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ് വരുന്നത്. പിന്നെ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് കറക്റ്റ് ആണ്. ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നത് അത് കറക്റ്റ് ആണ്. ഓക്കെ, അതായത് 1, 3, 4 കറക്റ്റ്, രണ്ടാമത്തെ തെറ്റാണ് കേട്ടോ. 1, 3, 4 കറക്റ്റ്, രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ, അടുത്ത 40-ാം ചോദ്യം. ലോകസഭയിലും നിയമസഭകളിലും വനിതാ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ല് എന്നാണ് ചോദ്യം. ഭേദഗതി ഇല്ല, ഭേദഗതി ബില്ലാ ചോദിച്ചിരിക്കുന്നത്. ലോകസഭയിലും നിയമസഭകളിലും വനിതാ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കിട്ടിയിടുന്ന കമന്റ് ചെയ്തേ. ഓഹോ, 126 ഓപ്ഷൻ എ 128 ബില്ലാണ് കേട്ടോ. 128 ബില്ലാണ്. 128 ബില്ലാണ്. 128 ആൻസർ. 128. ഓക്കെ, 128 ആൻസർ. എത്രാമത്തെ ഭേദഗതിയാ വനിതാ സംവരണം? 106 അല്ലേ? 106ാമത്തെ ഭേദഗതിയാണ് വനിതാ സംവരണം. 128ാമത്തെ ബില്ല്, 106ാമത്തെ ഭേദഗതി. 128ാമത്തെ ബില്ല്, 106ാമത്തെ ഭേദഗതി. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ നേരെ പോയി ഫോട്ടോ മാർക്ക് കൂട്ടി നോക്കി ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇട്ടിട്ട് വാ. ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇട്ടിട്ട് വരണം എല്ലാവരും. എല്ലാവരും ഇടണം കേട്ടോ. ഓക്കെ, ജെസ്സി ഗ്രൂപ്പ്